ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് എങ്ങനെയൊക്കെ സോറി പറയാം, അതായത് ക്ഷമ ചോദിക്കാം എന്നതിലുള്ള കുറച്ച് സെൻറ്റൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരാളോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ നമ്മളവരോട് സോറി എന്ന് മാത്രമല്ല കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് അത് എൻ്റെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കില്ല, ആ ഒരു രീതിക്ക് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഇത് പറയാമെന്നതുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണിത്. ഒരാളിപ്പോൾ ക്ഷമ ചോദിക്കുമ്പോൾ അടുത്ത ആളുടെ റീപ്ലൈ എങ്ങനെയായിരിക്കാം അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ആദ്യം മലയാളം പറയും, നിങ്ങളപ്പോൾ ഇംഗ്ലീഷ് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ അല്ലേ? ആദ്യം തന്നെ സോറി, ക്ഷമിക്കണം, അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഐ ആം സോറി, ഐ ആം സോറി. അപ്പോൾ അടുത്ത ആളൊരു റീപ്ലൈ സാരമില്ല, അല്ലെങ്കിൽ പ്രശ്നമില്ല, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നമ്മൾ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയാൻ ഐ ഡിഡൻറ്റ് മീൻ ടു ഡു ദാറ്റ്, ഐ ഡിഡൻറ്റ് മീൻ ടു ഡു ദാറ്റ്. അപ്പോൾ പറയുന്നു ഓക്കെ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്, ഐ അണ്ടർസ്റ്റാൻഡ്. അത് എൻ്റെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, നമ്മുടെ തെറ്റ് സമ്മതിക്കുകയാണ്. ഇറ്റ് വാസ് മൈ ഫോൾട്ട്, ഇറ്റ് വാസ് മൈ ഫോൾട്ട്. അപ്പോൾ അവർ പറയുന്നു ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു, പക്ഷെ അത് അവരെ വേദനിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത് എന്ന് പറയുന്നു. വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യു, ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യു. അപ്പോൾ അവർ പറയാണ് അറിയാം, സാരമില്ല, ഓക്കെ, എനിക്കറിയാമെന്നറിയാൻ ഐ നോ ഇറ്റ്സ് ഓക്കെ, ഐ നോ ഇറ്റ്സ് ഓക്കെ. നോർമലായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സോറി എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ബഹുമാനം കൊടുക്കുന്നവരോട് സോറി കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ അപ്പോളജൈസ്, മൈ അപ്പോളജൈസ്. അപ്പോൾ അവർ ഓക്കെ, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. ഇനി നമ്മൾ നമ്മുടെ നടന്ന സംഭവമെല്ലാം അവരോട് വിശദീകരിച്ചു, എന്നിട്ട് അവരോട് മനസ്സിലായെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ ഒരു സാഹചര്യം നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലായി, അല്ലെങ്കിൽ അതെ എനിക്ക് മനസ്സിലായി, യെസ് ഐ ഡു, യെസ് ഐ ഡു. ഇനിയിപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു, അപ്പോൾ നമ്മളിനി അത് ഞാൻ വീണ്ടും ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ ഐ വോണ്ട് ഡു ഇറ്റ് അഗെയിൻ, ഐ വോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ഞാൻ ഇത് വീണ്ടും ചെയ്യില്ല, ഐ വോണ്ട് ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ നമ്മൾ പറയും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല എന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഐ ട്രസ്റ്റ് യു, ഐ ട്രസ്റ്റ് യു. ആ പിഴവിനായി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാൻ ഐ അപ്പോളജൈസ് ഫോർ ദ മിസ്റ്റേക്ക്, ഐ അപ്പോളജൈസ് ഫോർ ദ മിസ്റ്റേക്ക്. നമ്മൾ പറയും പറ്റിപ്പോകും, അല്ല അത് സംഭവിക്കാറുള്ളതാണെന്ന് പറയാൻ ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഹാപ്പൻസ്. ഇനി വൈകിയതിന് ക്ഷമിക്കണം, നമ്മൾ ലേറ്റായിട്ട് വന്നാൽ നമ്മൾ സോറി ചോദിക്കൂലേ, ഐ ആം സോറി ഫോർ ബീയിങ് ലേറ്റ്, ഐ ആം സോറി ഫോർ ബീയിങ് ലേറ്റ്, നോ പ്രോബ്ലം, പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഇനി ദയവായി ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഒരു കിഞ്ചി പറയില്ലേ, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ. അപ്പോൾ ഓക്കെ, സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്.